മിശിഹായിൽ ഏറ്റവും ബഹുമാനപ്പെട്ട കോഴിക്കോട് അതിരൂപത അധ്യക്ഷൻ ഡോക്ടർ വർഗീസ് ചക്കാലിക്കൽ പിതാവേ, പുത്തൂർ രൂപതാധ്യക്ഷൻ വർഗീസ് മാർ മക്കാരിയോസ് പിതാവേ, ബഹുമാനപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ദൈവകരുണയുടെ തിരുനാൾ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഉദ്ധാന തിരുനാളിന് ശേഷം കടന്നു വരുന്ന പുതു ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളായി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു തന്നതിന് ശേഷം കരുണയുടെ ഒരു സാഗരം നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് ഒഴുകി വരികയും അനുഭവിക്കുകയും ചെയ്യുന്നത് നേർക്കാഴ്ചയായി നമ്മുടെ ജീവിതത്തിൽ നിൽക്കുകയാണ്. എത്രയോ അത്ഭുതകരമായ നിമിഷം. ഈ പുതു ഞായറാഴ്ച നാം എല്ലാവരെയും ഇവിടെ ഒരുമിച്ച് ചേർക്കുന്നത് കരുണയുടെ ആ ഞായറാഴ്ച പ്രഖ്യാപനം തന്നെയാണെന്ന് നമുക്കറിയാം. അവിടുത്തെ കരുണയുടെ സാഗരം ഒഴുകുമ്പോൾ അതിലേക്ക് നാം എല്ലാവരും ചെറുതുള്ളിയായി അലിഞ്ഞു ചേരുമ്പോൾ അവിടുത്തെ കരുണയുടെ സുവിശേഷം ലോകമെങ്ങും എത്തിക്കാനുള്ള വലിയ ശുശ്രൂഷകളുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ട് നാം മാറുകയാണ്. അഭിമന്യ പിതാക്കന്മാർ ഞങ്ങൾ 3 പേരും മലബാറിൽ നിന്ന് ഉള്ളവരാണ് എന്നുള്ളത് യാദൃശികമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഈ ദിവ്യന മിസറിക്കോർദിയ ഇൻ്റർനാഷണൽ പ്രേക്ഷിത ശുശ്രൂഷയുടെ ആത്മീയ നേതൃത്വം ഞങ്ങളെ 3 പേരെയും 3 റീത്തുകളിലുള്ള ഞങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ഇതിന് നേതൃത്വം വഹിക്കുന്നവർക്ക് ആത്മാവിൽ പ്രചോദിതരായി അത് ഏൽപ്പിച്ചു എന്ന് കരുതുകയാണ്. ദൈവത്തിൻ്റെ കാരുണ്യം ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളവരാണ് മലബാറിലുള്ള വിശ്വാസ സമൂഹം. 1940കളിൽ മലബാറിലേക്ക് കുടിയേറുമ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കൾ അവിടെ എത്തുമ്പോൾ അവിടെ വനപ്രദേശമായിരുന്നു. കൃഷിക്ക് അനുയോജ്യമായിരുന്ന ഒരു പ്രദേശമായിരുന്നില്ല. വലിയ പ്രതിസന്ധികൾ ഞങ്ങളെ നേരിട്ടിരുന്നു. മലമ്പാമ്പ്, മലമ്പനി, മലയിടിച്ചൽ, അങ്ങനെ എന്തെന്ത് പ്രതിസന്ധികളുണ്ടായിരുന്നു. എന്നാൽ ഒരു നൂറ്റാണ്ട് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവകരുണയുടെ ആഴമാണ് ദർശിക്കാൻ സാധിക്കുന്നത്. 9 രൂപതകളിലായി 10 ലക്ഷത്തോളം വിശ്വാസ സമൂഹം മലബാറിലുള്ളപ്പോൾ അത് ദൈവകരുണയുടെ അടയാളമായിട്ട് മാറുകയാണ് മലബാറിലെ വിശ്വാസ സമൂഹം. അതുകൊണ്ടായിരിക്കാം ഈ ദിവ്യന മിസറിക്കോർദിയ ഇൻ്റർനാഷണൽ പ്രേക്ഷിത സമൂഹം ഞങ്ങളെ 3 പേരെയും ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആത്മീയ ഗുരുക്കന്മാരായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. പ്രത്യേകമായി നന്ദി പറയുകയാണ് ബ്രദർ സെബാസ്റ്റിനോടും ബ്രദർ ജോർജിനോടും കൂടെയുള്ള സഹപ്രവർത്തകരോടും. ഇതിൽ നിങ്ങളോടൊപ്പം ഈ വലിയ പ്രേക്ഷിത ദൗത്യത്തിൽ പങ്കുകാരാകാൻ ഞങ്ങളെയും തിരഞ്ഞെടുത്തല്ലോ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകും. വിശേഷത്തിൽ നാം വായിച്ചു കേട്ടു ഈ വലിയ കാരുണ്യം എപ്രകാരമാണ് തോമാസ് ലീഹായ്ക്ക് ലഭിച്ചത്. ഈ പുതു ഞായറാഴ്ചയുടെ ഒരു പ്രത്യേകത തോമാസ് ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനമാണല്ലോ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. കൂടെയുണ്ടായിരുന്ന പ്രേക്ഷിത ശിഷ്യൻ നിർണായക നിമിഷങ്ങളിൽ അവൻ്റെ കൈകളിലെ ആണിപ്പഴുതുകൾ, കാലുകളിലെ മുറിവുകൾ, ഹൃദയത്തിലേറ്റ മുറിവ് കാണാതെ എനിക്ക് വിശ്വസിക്കാനാകുകയില്ല എന്ന് പറയുമ്പോൾ അവിടെയും ദൈവത്തിൻ്റെ കാരുണ്യം എപ്രകാരമാണ് കരകവിഞ്ഞൊഴുകുകയെന്ന് ധ്യാനിക്കുന്ന ഒരു ഞായറാഴ്ച, പുതു ഞായറാഴ്ച, കരുണയുടെ ഒരു ഞായറാഴ്ച. തോമാസ് ലീഹായോടൊപ്പം നാം എല്ലാവരും ഒന്നു ചേർന്ന് ആ മുറിവുകളെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുന്ന ദിവസമാണ് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. കരുണയുടെ ഭാവം, ദൈവത്തിൻ്റെ മുഖം
ഒരിക്കലും നമുക്ക് മറച്ചു വെക്കാൻ സാധിക്കുകയില്ല. അത് അനുസ്യൂതം ഒഴുകേണ്ടതാണെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം അതാണല്ലോ നമ്മെ പഠിപ്പിക്കുന്നത്. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എന്തൊരു വലിയ കാരുണ്യമാണ് പിതാവായ ദൈവം നമ്മോട് കാണിച്ചത്. ആദിമാതാപിതാക്കളുടെ തെറ്റിൽ നിന്ന് നാം പ്രസാദവരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട നിമിഷം നമ്മെ ഉപേക്ഷിക്കാതെ മരുഭൂമിയിൽ നിശബ്ദതയോരിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി വാരിപ്പുണർന്ന് കണ്ണിലെ കൃഷ്ണമണി പോലെ പരിചരിച്ച് കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങൾക്കായി ചിറക് വിരിക്കുന്നത് പോലെ ആ ചിറകുകളിൽ സംവഹിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യം നാം അനുഭവിക്കുന്നവരാണ്. ആ കാരുണ്യമെന്നും അനുസ്യൂതമായി തുടരണം എന്ന് അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. കാരുണ്യത്തിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആ കാരുണ്യം അവിടുന്ന് വെളിപ്പെടുത്തിയ നിമിഷങ്ങൾ, ആദിമാതാപിതാക്കളുടെ തിന്മ കൊണ്ട് പുറത്താക്കപ്പെട്ടുവെങ്കിലും ദൈവത്തിൻ്റെ കരുണ എത്രയോ ശക്തമാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം 6-ാമത്തെ വാക്യം നമുക്ക് സുപരിചിതമാണ്. അഭിമന്യ പിതാവ് ഇവിടെ ആവർത്തിക്കുന്നത് നാം കേൾക്കുകയും ചെയ്തു. അത്ഭുതകരമായ പ്രവൃത്തികളിലൂടെ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ നയിച്ചപ്പോൾ പിളരാത്ത കടൽ അവിടുന്ന് പിളർത്തി. ദാഹിച്ചു വലഞ്ഞപ്പോൾ അവർക്ക് ജലം നൽകി, വിശന്നപ്പോൾ അപ്പം നൽകി. ദൈവത്തിൻ്റെ കാരുണ്യം ആവോളം സ്വന്തമാക്കിയ ഒരു ജനത ആത്മീയ ശൂന്യത അനുഭവിച്ചപ്പോൾ കാളക്കുട്ടിയുടെ ചുറ്റും നൃത്തം വെക്കുന്ന ദയനീയമായ കാഴ്ച നാം കാണുകയാണ്. പ്രാർത്ഥനയ്ക്കായി 40 ദിനരാത്രങ്ങൾ ചെലവഴിച്ച് മോശ കൽപ്പനയുമായി തിരിച്ചു വരുമ്പോൾ ദയനീയമായ കാഴ്ച കണ്ട് തനിക്ക് ലഭിച്ച 10 കൽപ്പനകളുടെ ഫലകം എറിഞ്ഞുടയ്ക്കുക. എന്നാൽ ദൈവത്തിൻ്റെ കാരുണ്യം എത്ര അനന്തമാണെന്ന്, ആകാശം പോലെ വിശാലമാണ്. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. വിലാപത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 22-ാം തിരുവചനം നാം ധ്യാനിക്കുന്നതല്ലേ? ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. ഇന്ന് കാളക്കുട്ടിയുടെ മുൻപിൽ നൃത്തം ചെയ്തെങ്കിൽ മനസ്തപിച്ചാൽ അവിടുത്തെ കാരുണ്യം വീണ്ടും കരകവിഞ്ഞൊഴുകുന്ന മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മോശയെ വീണ്ടും വിളിക്കുകയാണ് മലയുടെ മുകളിലേക്ക്. വീണ്ടും മലയുടെ മുകളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് തന്നെ അവിടുന്ന് വെളിപ്പെടുത്തുകയാണ്. പുറപ്പാട് 34:6. ഞാൻ കാരുണ്യവാനും കൃപാനിധിയുമാണ്, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, പാപങ്ങളും തെറ്റുകളും ക്ഷമിച്ച് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. ദൈവത്തിന് ഇതിനപ്പുറത്ത് എങ്ങനെയാണ് തന്നെ വെളിപ്പെടുത്താൻ സാധിക്കുക? വീണ്ടും കൽപ്പനകൾ നൽകുമ്പോൾ തൻ്റെ കാരുണ്യം പങ്കുവെക്കുകയാണ്. ഈ കാരുണ്യമാണ് സഭ. അത് തൻ്റെ ഏകജാതൻ കുരിശിൽ നമുക്കായി ജീവൻ നൽകിയ സഭ. ആ സഭയിലെ അംഗങ്ങളെന്ന നിലയിൽ നമുക്ക് അനുഭവിക്കാനും പങ്കുവെക്കാനും മറ്റെന്താണുള്ളത്? ഈ ദൈവത്തിൻ്റെ കരുണയാണ്. അവിടുന്ന് അത് ആഗ്രഹിക്കുന്നുണ്ട്. ഈ കരുണയ്ക്ക് എതിരായിട്ട് ആരെങ്കിലും നിൽക്കുന്നത് ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയാത്തതുപോലെ വേദനയാണ്. അവിടെ ദൈവം കൃത്യമായിട്ട് ഇടപെടുന്നത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഈ പുതു ഞായറാഴ്ച കരുണയുടെ ഏറ്റവും വലിയ ഒരു തിരുനാൾ ആചരിക്കുമ്പോൾ കരുണയുടെ പ്രേക്ഷിതര് ഈ കേരളത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നിരുന്നവർ നമുക്ക് ധ്യാനിക്കാം കരുണയുടെ ഒരു ചരിത്രം. വെറുതെ അത് പഠിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി. ദൈവം എത്ര കാരുണ്യത്തെ എത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നുണ്ട്. കാരുണ്യത്തിനു വേണ്ടി അവിടുന്ന് വീണ്ടും കുരിശിൽ ബലിയായിത്തീരുന്നുണ്ട് നമ്മിൽ ഓരോരുത്തരിലൂടെ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. 1517 നവീകരണ വിപ്ലവമുണ്ടായത് നമുക്കറിയാം. പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ രൂപപ്പെട്ടു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 16-ാം തിരുവചനം,
മനുഷ്യരുടെ ആഗ്രഹമോ പ്രയത്നമോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ഈ ഒരു ഭാഗമെടുത്ത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9, 10, 11 അധ്യായങ്ങൾ അതിൻ്റെ നക്ഷൽ തന്നെയാണ് 9, 16. മനുഷ്യരുടെ ആഗ്രഹമോ പ്രയത്നമോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം. ദൈവത്തിൻ്റെ ഒരു ദയയുള്ളപ്പോൾ പിന്നീട് അതാണ് അടിസ്ഥാനമെങ്കിൽ ഞാൻ പിന്നെ എന്തിനാണ് ഉപവസിക്കുന്നത്? ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എനിക്ക് കൂടുതൽ വളർച്ചയുണ്ടാകുന്നതിന് വേണ്ടി എനിക്ക് അധ്വാനിക്കാമല്ലോ. പ്രൊട്ടസ്റ്റന്റ് വിഭാഗം 1517 ഈ വചനത്തിൻ്റെ ഭാഗങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കരുണ എന്ന വലിയ ദൈവശാസ്ത്രം, ആത്മീയ ശാസ്ത്രം, അത് മറന്നുകൊണ്ട് സഭയിലും ചിലർ മുന്നോട്ട് കടന്നു വന്നു. നല്ല ഉദ്ദേശമൊക്കെ ആയിരുന്നു പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തെ പ്രതിരോധിക്കുക. 1585 കൊർണേലിയൂസ് ജാൻസൺ, ബെൽജിയത്തിലെ ലുവൈൻ യൂണിവേഴ്സിറ്റിയുടെ തലവൻ, റെക്ടർ, മെത്രാൻ, നെതർലൻഡിലെ മെത്രാൻ, ഇപ്രകാരം വിശുദ്ധ അഗസ്തീനോസിൻ്റെ പാഠങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇപ്രകാരം പ്രഖ്യാപിച്ചു: രക്ഷ എല്ലാവർക്കും പ്രാപിക്കുക സാധ്യമല്ല, പകരം പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഒരാശ്രമ ജീവിതം നയിക്കുന്നവർക്ക്, ഒരു കടുത്ത ആധ്യാത്മികത പിന്തുടരുന്നവർക്ക് മാത്രമുള്ളതാണ് രക്ഷ. അതിലുള്ളവർക്ക് തന്നെ രക്ഷ അസാധ്യമാണ്. ദൈവം തീരുമാനിക്കുന്നവർക്ക് മാത്രമേ രക്ഷ കിട്ടുകയുള്ളൂ. അതിനെ ജാൻസനിസം എന്ന് വിശേഷിപ്പിച്ചു. ജാൻസനിസം വളരെയധികം പ്രബലമായി. കാരണം എതിർക്കേണ്ടത് സഭയ്ക്കെതിരെയുള്ള ഒരു ഗ്രൂപ്പിനെയാണ്. രക്ഷ പ്രാപിക്കണമെങ്കിൽ കഠിന തപശ്ചര്യകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവർക്ക് സാധിക്കുകയുള്ളൂ എന്ന വിശുദ്ധ അഗസ്തീനോസിൻ്റെ ചില പാഠഭാഗങ്ങളെടുത്ത് തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ജാൻസനിസത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ കടന്നു വന്നപ്പോൾ അതിനെ സഭ പൂർണ്ണമായിട്ടും നിരോധിച്ചു. 1700-കളിൽ തന്നെ അതിനെ 1600-കളിൽ തന്നെ നിരോധിച്ചു. പക്ഷേ ഈ ജാൻസനിസത്തിൻ്റെ സ്വാധീനം സഭയിൽ 2.5-3 നൂറ്റാണ്ടോളം നീണ്ടുനിന്നു എന്നുള്ളത് നമ്മെ അതിശയിപ്പിക്കും. ദൈവത്തിൻ്റെ കരുണയല്ല, പകരം നമ്മുടെ തപശ്ചര്യകളാണ് ആ കൃപ നമുക്ക് ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനമെന്നാണ് ജാൻസനിസം വ്യാഖ്യാനിച്ചത്. അതിനെതിരെ ദൈവം എങ്ങനെയാണ് ഇടപെട്ടത്? പ്രവാചകന്മാരെ നൽകിക്കൊണ്ട് ദൈവം ഇടപെടുകയാണ്. അത് ഈ ജാൻസനിസത്തിനെതിരെയുള്ള ചിന്തകൾ ആ കാലത്ത് ആരംഭിച്ചത്, തുടർന്ന് ചരിത്രത്തിൽ ദൈവം എപ്രകാരം ഇടപെട്ടു എന്നുള്ളത് നമ്മെ അതിശയിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും നമ്മുടെ ഈ പ്രേക്ഷിത പ്രവർത്തനം ലോകമെങ്ങും എത്തുന്നതിന് വേണ്ടി നമുക്ക് തീഷ്ണതയോട് തീവ്രമായ താല്പര്യത്തോടുകൂടെ പ്രവർത്തിക്കാൻ നമ്മെ ആഹ്വാനം ചെയ്യുകൂടിയാണ് ഈ പുതു ഞായറാഴ്ച, ഈ മഹാസമ്മേളനത്തിൽ നാം എല്ലാവരും പങ്കെടുക്കുമ്പോൾ. 1622 നിത്യതയിലേക്ക് കടന്നുപോയി വേദപാരംഗതൻ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് തൻ്റെ ജീവിതം മുഴുവനും പ്രഘോഷിച്ചത് ഒന്നുമായിരുന്നില്ല, ദൈവകരുണയെക്കുറിച്ചായിരുന്നു. അതായത് 16-ാം നൂറ്റാണ്ടിൽ ജാൻസൺ ദൈവകരുണയ്ക്കെതിരെ പറഞ്ഞെങ്കിൽ ദൈവകരുണയ്ക്ക് ആ നൂറ്റാണ്ടിൽ തന്നെ ദൈവകരുണയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഒരു വേദപാരംഗതനെ ലോകത്തിന് നൽകുകയാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ്. അദ്ദേഹം സ്ഥാപിച്ച വിസിറ്റേഷൻ സന്യാസ സമൂഹം പങ്കുവെക്കുന്നത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ കാരുണ്യം, ദിവ്യകാരുണ്യത്തിലുള്ള അവിടുത്തെ സാന്നിധ്യം, ദൈവം കരുണയോടുകൂടെ ആ സ്നേഹം, അനന്തമായ സ്നേഹം നമ്മോടുകൂടെ പിന്തുടരുന്നുണ്ട്. ഒരു കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചിറക് വിരിക്കുന്നത് പോലെ നമ്മെ സംവഹിക്കുന്നു എന്ന വലിയ സന്ദേശം തൻ്റെ 2 പുസ്തകങ്ങളിലൂടെ വിശുദ്ധൻ നമുക്കായിട്ട് നൽകുമ്പോൾ വേദപാരംഗതനാകുകയാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ്. 1673 തൊട്ടടുത്ത നൂറ്റാണ്ട് നമുക്ക് കരുണയുടെ ഏറ്റവും മനോഹരമായ പാഠം നൽകിക്കൊണ്ട് ഫ്രാൻസിൽ നിന്ന് തന്നെ കടന്നു വരുന്നു
വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക്. 1673 ആ വർഷങ്ങളിൽ നിരവധി തവണ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തൻ്റെ തിരുഹൃദയം തുറന്ന് കാണിച്ചുകൊണ്ട് വിശുദ്ധിയോട് പറയുകയാണ്, ഈ തിരുഹൃദയത്തെ നോക്കുക, നിങ്ങൾ രക്ഷ പ്രാപിക്കും. ആ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തത്താൽ നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ഈ അൾത്താരയുടെ മുൻപിൽ തിരുഹൃദയത്തിൻ്റെ മനോഹരമായ ചിത്രം തന്നെ ലേഖനം ചെയ്തു വെച്ചിട്ടുള്ളത്. മറ്റൊന്നുമല്ല, ആ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് നൽകിയ ദർശനം അത് നിസ്സാരമായിരുന്നെങ്കിൽ അവരുടെ ആ മഠത്തിലോ ഫ്രാൻസിലോ മാത്രം ഒതുങ്ങി നിൽക്കുമായിരുന്നു. എന്നാൽ അത് ആഗോള സഭ അത് ഏറ്റെടുക്കുകയും നമ്മുടെ എല്ലാ ഭവനങ്ങളിലും തിരുഹൃദയത്തിൻ്റെ ചിത്രം, എല്ലാ കുടുംബങ്ങളിലും തിരുഹൃദയത്തിൻ്റെ ചിത്രം, തിരുഹൃദയത്തിൻ്റെ ജപമാല ചൊല്ലാത്തവർ നാം ആരാണുള്ളത്? നമ്മെ എല്ലാവരെയും പഠിപ്പിക്കുകയാണ്. ഞാൻ ശാന്തശീലനും എളിമയുള്ളവനുമാണ്, എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുവിൻ എന്ന സുവിശേഷ ഭാഗ്യം തൻ്റെ ഹൃദയം പൂർണ്ണമായി തുറന്നുകൊണ്ട് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. സാധാരണക്കാരിലേക്ക് കരുണയുടെ ഒരു സന്ദേശം ദൈവം എത്തിക്കുന്നു. വിശുദ്ധ മാർഗരറ്റിലൂടെ നൽകിയ സന്ദേശം സാധാരണക്കാരിലാണ് എത്തിയതെങ്കിൽ കൂടുതൽ അക്കാഡമിക്കായിട്ട് സർവകലാശാലകളിലേക്ക് ബൗദ്ധികമായ നിലയിൽ ഈ സന്ദേശം ശക്തമായിട്ട് എത്തേണ്ടത് ആവശ്യമാണെന്ന് കരുതുമ്പോൾ 1770കളിൽ തന്നെ മറ്റൊരു വേദപാരംഗതനെ ദൈവം നമുക്ക് നൽകുകയാണ്. അത് വിശുദ്ധ അൽഫോൻസ് ലിഗോരി. വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ പുസ്തകങ്ങൾ, 100-ലധികം പുസ്തകങ്ങൾ, അദ്ദേഹം ദിവ്യകാരുണ്യത്തിന് രചിച്ചിട്ടുള്ള പുസ്തകങ്ങൾ, എന്തെന്ത് വലിയ കരുണയുടെ സന്ദേശമാണ് അദ്ദേഹത്തിലൂടെ ലോകം മുഴുവനും നൽകിയത്. പുൽക്കൂട്ടിൽ ജാതനായ ഈശോ ആ കാരുണ്യം കുരിശിലേക്ക് എത്തി നിൽക്കുമ്പോൾ അത് ദിവ്യകാരുണ്യത്തിലൂടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയാണ്. അതാണ് വിശുദ്ധൻ പഠിപ്പിക്കുന്നത്. ക്രിബ് ടു ക്രോസ് ടു യൂക്കറിസ്റ്റ്. വലിയൊരു സന്ദേശം. 1732 ഈ സന്ദേശം ഒരിക്കലും അസ്തമിക്കാതെ എല്ലാവരിലേക്കും എത്തുന്നതിനായിട്ട് CSR സന്യാസ സമൂഹം, റിഡംഡറിസ്റ്റ്, ദൈവം പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിലൂടെ സ്ഥാപിക്കുമ്പോൾ ഇന്ന് ലോകമെങ്ങും വലിയ ശുശ്രൂഷയാണ് ആ സന്യാസ സമൂഹം ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ അടയാളങ്ങൾ ഒരു വിശുദ്ധ അൽഫോൻസ് ലിഗോരിയിൽ അവസാനിക്കുന്നില്ല, അത് തുടരുകയാണ്. 1873 അലൻസോണിൽ ഒരു കാരുണ്യത്തിൻ്റെ മനോഹരമായ വിത്ത് വീണ്ടും ദൈവം നൽകുകയാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ വെറും 24 വയസ്സ് വരെ വിശുദ്ധ ജീവിച്ചുള്ളൂ എങ്കിലും സ്റ്റോറി ഓഫ് എ സോൾ, നവമാലിക എന്ന തൻ്റെ മനോഹരമായ ആത്മകഥയിലൂടെ ഇന്നും ലോകത്തിൻ്റെ വലിയ ആധ്യാത്മിക സ്രോതസ്സായി, ശക്തിയായി, കരുണയുടെ അടയാളമായി വിശുദ്ധ മാറുകയാണ്. അവരുടെ കൊച്ചു എളുപ്പത്തിലുള്ള വഴി, കുറുക്കു വഴി, അത് കരുണയുടേതാണ്. വിശുദ്ധ ഇപ്രകാരം പറയുകയാണ്, ദൈവം എൻ്റെ വീഴ്ചകളുടെയും കുറവുകളുടെയും ബലഹീനതകളുടെയും മുൻപിൽ ഒരു വിഴിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ മഗ്ദലനാ മറിയത്തെ പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണപ്പെടുമായിരുന്നു. ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് വലിയ വേദപാരംഗത വിശുദ്ധ കൊച്ചു ത്രേസ്യ പറയുകയാണ്. ദൈവത്തിൻ്റെ കാരുണ്യം എനിക്ക് ലഭിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ പാപികളിൽ ഒന്നാമത്തവളായി മാറിപ്പോകുമായിരുന്നു എന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യ ഇന്ന് ലോകമെങ്ങുമുള്ള മിഷൻ പ്രവർത്തനങ്ങളുടെയും മധ്യസ്ഥയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കാരുണ്യത്തിൻ്റെ മനോഹരമായ ഒരു സന്ദേശം ഒരിക്കലും അവസാനിക്കാൻ പാടില്ല എന്ന് ദൈവത്തിൻ്റെ നിർബന്ധ ബുദ്ധിയുടെ അടയാളമല്ലേ? 1910 അൽബേനിയ, കിഴക്കൻ യൂറോപ്പ്, ഒരു കൊച്ചുകുട്ടിക്ക് വീണ്ടും ദൈവം ജന്മം നൽകുകയാണ്. നമുക്കേവർക്കും സുപരിചിതയായ വിശുദ്ധ മദർ തെരേസ ഇന്ത്യയിലേക്ക് വരുന്നു. ഡാർജിലിംഗ് ലൊറോറ്റോ മഠത്തിൽ അവർക്ക് അവിടെ ആയിരിക്കാൻ സാധിക്കുന്നില്ല. അവർ കൽക്കട്ടയിലെ തെരുവോരങ്ങളിലേക്ക് ദൈവം അവരെ കൈപിടിച്ചു കൊണ്ടുവരികയാണ്. ഒന്നുമില്ലാത്തവളായി വരുന്നു. വളരെ എളുപ്പത്തിൽ തന്നെ ആ ദുർബലയായ സ്ത്രീയെ ലോകത്തിൻ്റെ അമ്മയായിട്ട് ദൈവം മാറ്റുകയാണ്.
1979 നൊബേൽ സമ്മാനം, 1980 ഭാരതരത്ന അവാർഡ്, 133 രാജ്യങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ ആ സന്യാസ സമൂഹം അവർ ജീവിച്ചിരിക്കുമ്പോൾ 5000-ലധികം സഹോദരിമാര്. എന്തെന്ത് അത്ഭുതം! കരുണയുടെ വലിയൊരു സന്ദേശം ആ ഒരു ദുർബലയായ സ്ത്രീയിലൂടെ ദൈവം ലോകത്തിന്റെ അമ്മയായി ഉയർത്തിക്കൊണ്ട് നമുക്ക് നൽകുകയാണ്. കാരുണ്യമാണ് ദൈവത്തിന്റെ മുഖം. ഞാൻ കാരുണ്യവാനും കൃപാനിധിയുമാണ്. ദൈവം അവിടെ കൊണ്ടൊന്നും അവസാനിക്കാൻ പാടില്ല. ആ കാരുണ്യം എന്നും തുടരണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മോട് പറയുകയാണ്. 1905 പോളണ്ടിൽ ജനിക്കുകയാണ് നമുക്കേവർക്കും പ്രിയങ്കരിയായ വിശുദ്ധ ഫൗസ്റ്റീന. എത്ര വർഷം? 1932 മുതൽ 38 വരെ വളരെ കുറഞ്ഞ വർഷങ്ങൾ ഒരു സന്യാസിയായി ജീവിച്ചു. അക്ഷരജ്ഞാനമില്ലാത്ത ആ സന്യാസിനി എഴുതിയ ആ ഡയറി, അത് കാരുണ്യത്തിൻ്റെ മഹാസാഗരം. അത് നമുക്ക് നൽകുന്നത് കരുണയുടെ ജപമാല മാത്രമല്ല, ഈ കരുണയുടെ ഞായറാഴ്ച, ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച കരുണയുടെ ഞായറാഴ്ചയായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ഈശോ ആ പാവപ്പെട്ട സന്യാസിനിയോട് എത്ര തവണയാണ് ഡയറിയിൽ ആവശ്യപ്പെട്ടത്? 14 തവണ ആവശ്യപ്പെട്ടു. കരുണയുടെ മനോഹരമായൊരു ചിത്രം അവരിലൂടെ, ദുർബലയായ സന്യാസിനിയിലൂടെ നൽകുക. വളരെ കുറഞ്ഞ കൈവിരൽ എണ്ണാവുന്ന വർഷങ്ങൾ മാത്രം സന്യാസിനിയായി ജീവിച്ച വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ, അക്ഷരജ്ഞാനമില്ലാതിരുന്ന ആ സന്യാസിനിയിലൂടെ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം എത്ര പെട്ടെന്നാണത് ആളി പടർന്നത്. ആ സന്ദേശത്തെ ആ ഡയറിയിലൂടെ നൽകിയ ഈശോയുടെ വലിയ കരുണയുടെ സന്ദേശം ഇല്ലാതാക്കുവാനുള്ള പരിശ്രമങ്ങൾ വിവിധ ഭാഗത്തു നിന്നുണ്ടായി. 1958 ഇനി ഈ കരുണയുടെ ഡയറി ആരും വായിക്കാൻ പാടില്ല എന്ന് വത്തിക്കാനിൽ നിന്ന് നിർദ്ദേശം. അതേ വർഷം തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആർക്കാണ് എൻ്റെ കരുണയുടെ സന്ദേശം നിയന്ത്രിക്കാൻ സാധിക്കുക എന്ന് ദൈവം ചോദിച്ചുകൊണ്ട് ക്രാക്കോവിൽ ഒരു ഓക്സിലറി ബിഷപ്പ് കരോൾ വോയിറ്റ, 64 ക്രാക്കോവിലെ ആർച്ച് ബിഷപ്പ്, തുടർന്ന് കർദിനാള്. ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് ലോകം വിചാരിക്കുമ്പോൾ 1978 സഭയുടെ തലവനായി ഉയർത്തപ്പെടുകയാണ്. എന്ത് അത്ഭുതം! കരുണയുടെ വലിയ അത്ഭുതം നമുക്ക് കാണാൻ സാധിക്കുകയാണ്. മാർപ്പാപ്പയെ പോളണ്ടിൽ നിന്നും ദൈവം എന്തുകൊണ്ട് വത്തിക്കാൻ സിംഹാസനത്തിലേക്ക് കൊണ്ടുവന്നു? 78 തന്നെ ഈ കരുണയുടെ ഡയറിയിൽ മേൽ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം പിൻവലിച്ചു എന്നുള്ളത് യാദൃശികമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, കരുണ ദൈവം എത്രമാത്രം ആഗ്രഹിക്കുന്ന ഒരു സന്ദേശമാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, കരുണയുടെ ഡയറി പൂർണ്ണമായിട്ട് എനിക്ക് വായിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ 81 വെടിയേറ്റ് ഞാൻ ആശുപത്രിയിലും വിശ്രമത്തിലുമായിരിക്കുന്ന 3 മാസം ഡയറി പൂർണ്ണമായും ഞാൻ വായിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖം എത്ര അഗാധമായ സ്നേഹത്തിൻ്റെ ദൃശ്യമാണ് കാണുവാൻ സാധിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വലിയ ആഗ്രഹം നമുക്ക് സാധ്യമാക്കി തന്നുകൊണ്ട് 2000 വിശുദ്ധ ഫൗസ്റ്റീനയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുകയും ഈ കരുണയുടെ ഞായറാഴ്ച, ഉദ്ധാനം കഴിഞ്ഞുള്ള അടുത്ത ഞായറാഴ്ച ഉറക്കെ പ്രഖ്യാപിച്ച് നമുക്ക് നൽകുകയും ചെയ്തു. എന്തോ ഒരു അത്ഭുതമാണ് ദൈവത്തിൻ്റെ കരുണയുടെ വർഷം. ഈ കരുണയുടെ കൃപ, ദൈവത്തിൻ്റെ കരുണയാണ് വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കേണ്ടതെന്ന്, നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം കരുണയായിരിക്കണം, മറ്റൊന്നുമല്ല എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ദൈവം. കരുണയ്ക്കെതിരായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അവിടെ അതിനൊന്നും ഒരു നിലനിൽപ്പില്ല എന്ന് അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ കരുണയുടെ ഞായർ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം 2005 ഏപ്രിൽ 2 കരുണയുടെ ഞായറാഴ്ചയുടെ വേസ്പര ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ കരുണയുടെ വലിയ പ്രവാചകനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ സ്വർഗത്തിലേക്ക് ദൈവം തിരികെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ആ കരുണയുടെ പ്രവർത്തനങ്ങൾ തുടരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ വലിയൊരു സന്ദേശം അവസാനിക്കുന്നില്ലല്ലോ.
അത് നമ്മിലൂടെ, നിങ്ങൾ ഓരോരുത്തരിലൂടെയും തുടരുകയാണ്. 2019 നമ്മുടെ ബ്രദർ സെബാസ്റ്റ്യൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം നൽകുന്ന ഒരു പ്രചോദനമല്ലേ, കരുണയുടെ ഒരു പ്രചോദനം, എൻ്റെ കരുണ എല്ലാവരിലേക്കും എത്തണമെന്നുള്ളൊരു പ്രചോദനം. ഈ 2026 ഈ പുതു ഞായറാഴ്ച നമ്മെ എല്ലാവരെയും ഇവിടെ ഒരുമിച്ച് ചേർക്കുകയാണ്. ഇത് കരുണയുടെ വലിയൊരു ഇന്റർനാഷണൽ പ്രേക്ഷിത സംഘമായിട്ട് നമ്മെ രൂപപ്പെടുത്തുകയാണ്. തലശ്ശേരിയിൽ ഇതിൻ്റെ ഒരു സന്യാസ സമൂഹം തന്നെ രൂപപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും അവസാനിക്കാൻ കഴിയുകയില്ല. ആരെങ്കിലും ഇതിനെതിരെ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ കഴിയുകയില്ല എന്ന സന്ദേശമാണ് ഈ കരുണയുടെ ഞായറാഴ്ച ദൈവം നമുക്ക് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം ദൈവത്തിൻ്റെ കരുണ. ആ കരുണ നമുക്ക് ലോകമെങ്ങും പ്രഘോഷിക്കാനുള്ള വലിയൊരു ദൗത്യമാണ്. അതിൻ്റെ പ്രേക്ഷിതരാണ് ഞാനും നിങ്ങളും. അതിന് കർത്താവ് നമ്മെ പ്രത്യേകമായിട്ട് വിളിച്ചിരിക്കുകയാണ്. ഈ കൊച്ച് വലിയ കൂട്ടായ്മയിലൂടെ ഇന്ന് ഇൻ്റർനാഷണൽ പ്രേക്ഷിത സമൂഹമായിട്ട് ഈ കൊച്ചു കൂട്ടായ്മ വളർന്നെങ്കിൽ അവിടെ ദൈവം കാരുണ്യത്തെ എത്രമാത്രം കരുതലോടുകൂടി സൂക്ഷിക്കുന്നു. നമുക്ക് ആ കാരുണ്യം കഴിയുന്ന എല്ലാവരിലേക്കും പങ്കുവെക്കാം. ലോകം മുഴുവനും അവിടുന്ന് ആഗ്രഹിക്കുന്ന ഒരു കരുണ, അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ദൗത്യം. നാം കണ്ടുമുട്ടുന്ന മേഖലകളിലെല്ലാം ഇടവകകൾ തോറും ഇടവകയിൽ നിന്ന് അടുത്ത ഇടവകയിലേക്ക്, ഒരു വ്യക്തിയിൽ നിന്ന് അടുത്ത വ്യക്തിയിലേക്ക് ഈ കാരുണ്യത്തിൻ്റെ ഒരു സന്ദേശം എത്തിക്കാൻ എനിക്ക് സാധിക്കുമെന്ന ആ വലിയൊരു പ്രേക്ഷിത ചൈതന്യം സ്വന്തമാക്കി ഹൃദയത്തിൽ തീരുമാനമെടുത്ത് വേണം നമുക്ക് ഈ കൂടാരത്തിൽ നിന്ന് നമ്മുടെ വീടുകളിലേക്ക് തിരികെ പോകാവൂ. നമുക്കതിന് സാധിക്കും. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് കരുണയാണ്. ഞാൻ കാരുണ്യവാനും കൃപാനിധിയും, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തയിലും അത്യുദാരൻ, ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. ദിവ്യ കാരുണ്യം. ആ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലായിരിക്കുമ്പോൾ അവിടുന്ന് നമ്മിലൂടെ, പ്രിയപ്പെട്ട പ്രേക്ഷിതരായ നിങ്ങൾ ഓരോരുത്തരിലൂടെയും കാരുണ്യം മറ്റുള്ളവരിലേക്ക് എത്തട്ടെ. മദർ തെരേസയെപ്പോലെ, വിശുദ്ധ ഫൗസ്റ്റീനയെപ്പോലെ, വിശുദ്ധ കൊച്ചു ത്രേസ്യയെപ്പോലെ ലോകമെങ്ങും അവിടുത്തെ കാരുണ്യം ഇനിയും പ്രഘോഷിക്കപ്പെടണം. അതിന് എതിര് നിൽക്കാൻ ആരെങ്കിലും കടന്നു വരുന്നുണ്ടെങ്കിൽ അവരെ തോൽപ്പിക്കാൻ നമ്മുടെ ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മുടെ മാതൃകയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കത് പ്രയോജനപ്പെടുത്താം. അതിനുള്ള കൃപ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത്ര മനോഹരമായൊരു സംഗമം ഒരുമിച്ച് ചേർത്ത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഷൈജു അച്ഛനും സംഘാംഗങ്ങൾക്കും സഹോദരങ്ങൾക്കും പ്രേക്ഷിതരായ നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ കരുണയും കൃപയും എന്നും ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ദൈവം ആ കാരുണ്യം തൻ്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ആ തിരുരക്തത്താൽ സന്നിഹിതരായിട്ടുള്ള എല്ലാവരും, ശുശ്രൂഷകളും ഭവനങ്ങളും എല്ലാ മേഖലകളും അഭിഷേകം ചെയ്യട്ടെ കരുണയാൽ. യേശുവിൻ്റെ നാമത്തിൽ കരുണയ്ക്കെതിരായിട്ട് നിൽക്കുന്ന എല്ലാ നാരകീയ ശക്തികളും ബന്ധിക്കപ്പെടട്ടെ. അന്ധകാര ശക്തികളെല്ലാം കാരുണ്യത്തിൻ്റെ വലിയ അടയാളമായി കുരിശിൻ്റെ അടയാളത്താൽ നിത്യ നരകാഗ്നിയിലേക്ക് പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യത്തിനൊരു അമ്മയേ ഉള്ളൂ, അത് നമ്മുടെ പരിശുദ്ധ അമ്മ. കൃപാസനം തന്നെ ഇവിടെയാണല്ലോ. ആ വലിയ കൃപയുടെ ആസനം പരിശുദ്ധ അമ്മയല്ലേ. അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഈ പ്രേക്ഷിത ദൗത്യത്തെ അമ്മ കൂടെ നിന്ന് അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ കുടുംബത്തിന് ഐശ്വര്യമായതുപോലെ കരുണയായതുപോലെ തിരുക്കുമാരനോട് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഈ വലിയ പ്രേക്ഷിത ദൗത്യവും അനസ്യൂതം തുടരാൻ, അത് ലോകമെങ്ങും എല്ലാവരിലേക്കും എത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.